വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. സംഗീതം നീ ഇന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി? തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അമ്മയ്യ, എന്തോ ലാസ്റ്റ് റൗണ്ട് നമ്മള് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. എന്ത് പറ്റി? ഇടയ്ക്കൊരു അത് ഹൈ ആയിരുന്നോണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളി വീണ്. ചെറുതായിട്ടൊന്നും വെള്ളി വീണില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിന്ന്. രാവിലേട്ടാ മോളെ, എന്തോ സാർ? കുഞ്ഞു കുഞ്ഞു മോക്കറിയാലോ അല്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു തോന്നി. മോക്ക് മനസ്സിലായല്ലോ എന്താന്നല്ലേ? അത് ഐ തിങ്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഡെലിവർ ചെയ്യാമായിരുന്നു തോന്നി പാട്ട്, അല്ലേ മോളെ? കുറച്ചും കൂടെ ഒരു ഫീല്, ഒരു ജനറലി എനിക്ക് മോളുടെ വോയിസ് ഔട്ട്പുട്ട് ഇച്ചിരി കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഈ പാട്ടിനൊരു ഒരു 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 സർട്ടൻ, നമ്മൾ ഇത്ര അല്ലേ, നമ്മളൊരു ക്ലാസിക് ആയിട്ടുള്ളൊരു പാട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എച്ച്ഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം അത് പൂർണ്ണതയിലേക്ക് വന്നോന്ന് എനിക്കൊരു ഇന്നത്തെ ദിവസം ആണോ മോളെ? വാട്ട് ഡിഡ് യു ഫീൽ? അറിയില്ല, ആദ്യമൊക്കെ റിഹേഴ്സലൊക്കെ എടുക്കുമ്പോ മേളില് വെള്ളിയൊന്നും വരുന്നില്ലായിരുന്നു. വെള്ളി അല്ലേ? അത് കുഴപ്പമില്ല മോളെ. പിന്നെ ചില സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ശബ്ദം ഒന്ന് പെട്ടെന്ന് സ്റ്റക്കായി, ഈ തുപ്പല് വന്നിട്ട് നിന്ന് പോയ പോലൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് അതാണ് ഇറക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ മോള് അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രോങ് ഏരിയാസിൽ മോള് കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിട്ടുമുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറെ സംഗതികൾ മോള് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് കയ്യിൽ നിന്ന് പോയത് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾസോ. അത് പോയിന്ന് മനസ്സിലായിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ മേക്കപ്പ് ചെയ്യും, പിന്നെ എവിടെയൊക്കെ വീണ്ടും പോകും. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് പ്രത്യേകം പറഞ്ഞ് മോളെ കൂടുതൽ കണ്ണീരിലാഴ്ത്തുന്നില്ല. ആസ് എ ഹോൾ ആ പാട്ടെടുത്തത് മോള് നന്നായിട്ട് തന്നെ ആ ഫീലിൽ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. വിരുന്നുകാരൻ വരട്ടെ കേട്ടോ. മക്കളെ, എന്തോ സാർ? എന്തൊരു ബ്യൂട്ടിഫുൾ പാട്ടാടാ. ഓഹ് എന്റെ ദൈവമേ, ഇതൊക്കെ പാട്ട് കേൾക്കുമ്പോ ഇനി നമ്മൾ പാട്ട് ചെയ്യരുതെന്ന് തോന്നിപ്പോകും. കോരിത്തെരിപ്പാണ്. ആ സത്യം, ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാ. ഇതൊരു പാട്ടാണ്, അതാ അമ്മ പാടി വെച്ചേക്കുന്നത്. ഓഹ് മക്കൾ, ഇതൊക്കെ ആരാ എഴുതിയത്, പാടി? ഇതൊക്കെ പറഞ്ഞ് മോടെ വായിന്ന് കേക്കട്ടെ. പാടിയത് ജാനകി അമ്മ. ആഹാ. ലിറിസിസ്റ്റ് യുവോ, ഒരു പി ഇല്ലേ? പി ഭാസ്കരൻ. അപ്പൊ മക്കളെ, അസാധ്യ പാട്ട് ഒന്നും പറയാനില്ല. അതിന്റെ ലിറിക്സ്, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സംഗീതം, അത് ഇതെല്ലാം കേട്ട് ഇത് ഉള്ളിൽ വാങ്ങി പാടിയേക്കുന്ന അമ്മ. ഓ ജാനകിയമ്മ, പ്രണാംസ്. ജാനകിയമ്മയുടെ സാഷ്ടാംഗ പ്രണാമം, വേറൊന്നുമില്ല. അവള് നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഇടയ്ക്ക് ആ മോക്കി അനുപല്ലവി മുതലാണ്. എന്തിന് ഇത്രയും ശ്വാസം എടുക്കുന്ന കുഞ്ഞ്? അവിടെ ഓക്സിജൻ കണ്ടന്റ് കുറവാണോ സ്റ്റേജിൽ? അത് അനുപല്ലവിയില് അവിടെ നിർത്താൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഇല്ല, ഞാൻ പൂനുള്ളി കൈവീരൽ കുഴഞ്ഞല്ലോ. ഈ ശ്വാസം എടുത്ത് തന്നെ ക്ഷീണിക്കും മോളെ. മക്കളെ, ആ രണ്ട് ഇതെങ്കിലും ചേർത്തൊന്ന് പാടി കേൾപ്പിക്കാമോ? ഇത്രയും ശ്വാസം എടുക്കാതെ കുഞ്ഞ്.
പൂനുള്ളി പൂനുള്ളി കൈവീരൽ കുഴഞ്ഞല്ലോ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞ മോളെ ആദ്യം പാടുമ്പോ ഇത് പിന്നെയും കുഴപ്പമില്ല. ആ പാടുമ്പോ മെനക്കെട്ട് ശ്വാസം എടുക്കുന്ന ഓരോന്നുള്ളി അങ്ങനെ വരുമ്പോ അതൊരു നമുക്ക് ശ്വാസം മുട്ടാം. എനിക്ക് തോന്നുന്ന ഫീല് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നതാണ്. ആണോ? അത്രയും ശ്വാസം എടുത്തിട്ടോ മോളെ? അപ്പൊ അതൊന്നും നോക്കാം കേട്ടോ. അത് നമുക്ക് ഓടായിട്ട് തോന്നരുതടാ. എന്ത് ചെയ്താലും ഇത് മോള് ശ്വാസം എടുക്കുന്നത് തെറ്റല്ല. നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ശ്വാസം എടുത്താൽ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എടുത്തോ. പക്ഷെ അതൊരു ഓടായിട്ട് മറ്റു ശ്വാസം എടുപ്പ് ഒരു വലിയ മറ്റേ കാറ്റടിക്കുന്നവർ അങ്ങനെ ആവരുതെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇപ്പൊ ഇനി ഒന്ന് കറക്റ്റായിട്ട് പാടാമോ? ആ മധ്യമത്തിലോട്ട് പോവാതെ. അതൊക്കെ കൊള്ളാം. അതൊന്ന് എൻ്റെ ഒക്കെ കുറച്ചും കൂടെ നന്നായിക്കൊള്ളാം മോളെ. പിന്നെ നട തുറന്നു അതും ഇതേ പ്രോബ്ലമാണ് മോക്കുണ്ടായത്. അതെന്താണ്? തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോക്ക്? ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല കുഞ്ഞിന്. അത് പിന്നെ എന്താണിത്? അതറിയില്ല. ഈ പാട്ട് അല്ല കുറച്ച് ഒരു ചെറിയൊരു ഒക്കെ നായാലും കുഴപ്പമില്ല. ഇത് കുറച്ച് നേരത്തേക്ക് തൊട്ടടുത്ത നോട്ടിലേക്കായിരുന്നു. കുറെ നേരത്തേക്ക് അത് നോക്കണം കേട്ടോ. കൺട്രോൾ ചെയ്യണം. കുഞ്ഞല്ലേ നീ? ഇപ്പൊ എത്ര വയസ്സായി മക്കൾക്ക്? 11. പിഞ്ചിളം പൈതൽ ആ കാറ്റഗറിയിലാണ് നീ ഉള്ളത്. അപ്പൊ മോള് നോക്കണം. നമുക്ക് കൺട്രോൾ വേണ്ടടാ. മോളൊക്കെ പാടുമ്പോ അങ്ങനെ നിക്കണം കേട്ടോ. കുഞ്ഞത് ശ്രദ്ധിച്ചോണം. അതുപോലെ പിന്നെ ഈ പല്ലവിയില് അത് നീ പാടിയില്ലല്ലോ. താരാരാര എല്ലാ പ്ലെയിനാണ് പാടിക്കൊണ്ടിരുന്നത്. വിളിച്ചിട്ടും അതിനൊരു മീനിങ് ഉണ്ടാവത്തുള്ളൂ. വിളിച്ചിട്ടും വരുന്നില്ല ബ്യൂട്ടിഫുൾ മോളെ. ചില ഏരിയസ് ഭയങ്കര പാടുന്നവള്. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ്. ചിലത് കേൾക്കുമ്പോൾ ഓടി 2 തല്ല് തരാനും തോന്നും. എന്ത് ചെയ്യാനാ? അപ്പോഴും രോമാഞ്ചമുണ്ട് തല്ലിപ്പോ. മക്കളെ നല്ല ഉഗ്രം പാട്ടുകാരിയാ നീ കേട്ടോ. നല്ല ശബ്ദമാണ് കുഞ്ഞൻ. അതൊക്കെ ശരി. പക്ഷെ ഇന്ന് എന്തോ ഒരു ഇത് കുറച്ച് കൈവിട്ട് പോയി. കുഴപ്പമില്ല കേട്ടോ. അത് പക്ഷെ അത് നോക്കണം മോളെ. നമ്മളിപ്പോൾ ഒരു സീരിയസ് ബേസിലാണ് ഈ കോമ്പറ്റീഷൻ്റെ. അപ്പോൾ അത് മക്കളത് മനസ്സിൽ വെച്ചോണം. അത് നമ്മുടെ പ്രിയങ്കരിയായ ആങ്കർ ആദ്യം തന്നെ വന്നപ്പോൾ സൂചിപ്പിച്ചായിരുന്നു. എന്താ നിനക്ക് പറ്റിയത്? ഇടയ്ക്ക് നീ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ. അത് വളരെ കൃത്യമായിട്ട് പാറു ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കണ്ടേ? നീ അവിടെ പിന്നെ നിക്കണ്ട. അവിടെ ഞങ്ങള് നിക്കാം. നീ ഇവിടെ വന്നിരുന്നോ? അതായിരിക്കും നല്ലത്. നിന്നെക്കാളും വൃത്തിയായിട്ട് ഞാൻ ആങ്കർ ചെയ്യാം. അതാണെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? എന്ത് അതാണ് എളുപ്പം. നമുക്കവിടെ ബോണ്ടൊക്കെ കഴിച്ചിരിക്കും. ഓ അതാണ് നീ 2 എണ്ണം കഴിച്ചു നോക്കാം. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. നമ്മള് കഷ്ടപ്പാട് ദുരിതത്തിന്റെ ഇടയ്ക്ക് ഈ കല്ല് പോലുള്ള ബോണ്ടാ തിന്നിരിക്കുന്നത് കേട്ടോ. മക്കളെ ചക്കരെ അത്രേ ഉള്ളൂ മുത്തേ. അത് നോക്കിക്കൊള്ളാം കുട്ടാ. ചേച്ചി അമ്മയ്യ കുട്ടി എന്തോ മാം? നല്ലൊരു പാട്ട് നന്നായി പാടി. താങ്ക് യു മാം. ഞാനും ഇതൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതില് എല്ലാ പോയിന്റ്സും സാർ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ചേട്ടനും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കിപ്പോ ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് വേറൊരു പാട്ട് ഓർമ്മ വരുന്നു. വേറെ എന്നുവെച്ചാൽ ഇതിപ്പോ ഈ രാഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ പല പല പാട്ടുകളിലേക്കും കയറി ഇറങ്ങി പോകാം. അതെ അതെ, കയറി ഇറങ്ങി പോവും മനസ്സ്.
सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, लेते हैं विदाई कर दूजे से, कहते हैं चले आना, जब दीप जले आना, जब शाम ढले आना, संगीत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना. ഓ സൂപ്പർ സൂപ്പർ. ഇനി ഇങ്ങനെ ഓർത്ത കുറെ ഇഷ്ടം പോലെ. അതാ പോലെ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഈ ജപദീപ് ജന ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ആ നിമിഷത്തിന്റെ നേർവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി, ആ നിമിഷത്തിന്റെ നേർവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി, ആയിരമുന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മതലത്തിൽ തുളുമ്പി, ആത്മതലത്തിൽ തുളുമ്പി, ആ നിമിഷത്തിന്റെ നേർവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ചേച്ചി സൂപ്പർ. താങ്ക് യു അമ്മയ്ക്ക്, താങ്ക് യു. ഈ ഒരു പാട്ട് കൊണ്ടുവന്ന് ഈ ഇതൊക്കെ ഓർമ്മിപ്പിച്ചതല്ലേ? അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കും രാഹുലേട്ടാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ചേച്ചി. നല്ലതാ. അതെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാനും. പിന്നെ അമ്മയെ ഇതിനു മുൻപ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അമ്മയെ പാടുന്ന കേൾക്കുന്നത്. മുൻപും നല്ല ഭംഗിയായിട്ട് പാടി, സ്വീറ്റ് വോയിസ് ആണ്. ഇതിൽ മാത്രം ശരത് സർ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ്, ആ മുകളിലത്തെ നോട്ട് പാടുമ്പോഴത്തേക്ക് ഒന്ന് മാറി വേറെ എങ്ങോട്ടോ ചെന്നു, പക്ഷെ തിരിച്ചു പിടിച്ചു, 4 കാലിൽ വന്ന് വീണു. വീഴുന്നിടത്ത് നല്ല ഭംഗിയുണ്ട്. വീണപ്പോ നന്നായിരുന്നു. പക്ഷെ വീഴുമ്പോ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ ഒരാള് രാഹുലായിരിക്കും. എല്ലാരും ഒന്ന് എണീച്ച് നിൽക്കാൻ കഷ്ടപ്പെടുക രാഹുൽ. അതുകൊണ്ട് വളരെ നല്ല ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഇനിയും നന്നാവട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ അമ്മേക്കുട്ടാ, ഇനി നമുക്ക് മാക്സ്. എന്നാ ശരത് സർ എത്ര വേണം മക്കളെ? നീ കൃത്യമായിട്ട് പറ, ന്യായമായിട്ടുള്ളത് പറ. മോള് ഒരു ന്യായക്കാരിയാണോന്ന് എനിക്ക് മനസ്സിലാവണം. 7.5. ഈശ്വര, ഇതെന്തൊരു മാർക്കാണ്. പക്ഷേ നല്ല കൊറേ ആയി ജഡ്ജ്മെന്റ് ഒക്കെ കേൾക്കുന്ന, അവൾക്കൊരു മക്കളെ. രീതി അറിയാമെന്ന്. She was ഞാൻ being മക്കൾക്ക് reasonable. 7.5 മേലെ എന്ത് വേണം പറഞ്ഞോ. 8 മാർക്ക് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി അമേയാ 8.4. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. രാഹുലേട്ടാ 8.2 2 തരം 3 തരം. 4 തരം. താങ്ക് യു. So total 24.6. Okay. All